ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് മന്ത്രി ബിന്ദു കൃഷ്ണ, മേയർ വി രാജേഷ് എന്നിവർ ചെമ്പഴന്തിയിൽ. മേയർ വി രാജേഷ് ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയം മേഖലയിലാകട്ടെ മനുഷ്യ സ്നേഹത്തിലാകട്ടെ ഏതിലും പ്രസക്തിയുള്ള വചനങ്ങളാണ് അദ്ദേഹം അരുളി ചെയ്തത്. വളരെ ദീർഘവീക്ഷണത്തോടെ ഏതൊക്കെ തരത്തിൽ മനുഷ്യൻ മാറിയാലും ആ മനുഷ്യ മനസ്സുകളെ, മനുഷ്യ ജീവിതത്തെ ഒരു നിയന്ത്രണത്തിൻ്റെ ചരടിൽ കോർത്ത് മുന്നോട്ട് കൊണ്ടുപോയി പരമാവധി പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ദർശനമായിരുന്നു അദ്ദേഹം അന്ന് തന്നെ അരുളി ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഗുരുദേവ ജയന്തി ദിനത്തിൽ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഗുരുദേവ ദർശനങ്ങൾ പുതിയൊരു ചർച്ചയ്ക്കും ചിന്തയ്ക്കും വിധേയമാക്കുമ്പോഴേക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ചും ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ എന്നുള്ള നിലയ്ക്ക് എന്നെ ഈ സ്ഥാനത്തേക്ക് ക്ഷണിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വരേണ്ട വികാരം, എനിക്ക് ഏതൊക്കെ പ്രദേശത്താണ് എൻ്റെ പ്രസ്ഥാനത്തിലൂടെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്ക് സന്തോഷപ്രദവും സുഖപ്രദവുമായിട്ടുള്ള അവരവരുടെ ജീവിതം ആസ്വദിക്കുമ്പോഴേക്കും അവരെന്നെ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഏത് തരത്തിലാണോ ഓരോ ജീവജാലത്തെയും കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ള ഒരു ഉണർവാണ് എന്നിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുദേവ ദർശനങ്ങൾ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന ലോകത്ത് എവിടെയുള്ള ആരായാലും ഈ ചിന്തകൾ കടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജന്മം സാഫല്യമാകുന്നത് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിലല്ല, എൻ്റെ ഒരു ചിന്ത ഒരുപക്ഷെ ബാലിശമായിരിക്കുക, കേരളത്തിലല്ല ഗുരുദേവൻ ജനിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഗുരുദേവ ദർശനമായിരുന്നേനെ എന്ന് ഉള്ള ഒരു ചിന്തയുള്ള പൊതുപ്രവർത്തകനാണ് ഞാൻ. ഒരു പരിധിവരെ എവിടെയൊക്കെയോ ഒരു കമ്പാർട്ട്മെന്റിൽ ഗുരുദേവ ദർശനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് തളച്ചിട്ടിരുന്നോ എന്നുള്ളൊരു ആശങ്ക പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഗുരുദേവൻ മുന്നോട്ട് വെച്ച എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ചൈതന്യം ഒന്നാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാലത്തോ അദ്ദേഹത്തിൻ്റെ കാലശേഷമോ നമ്മുടെ ഭാരതത്തിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിന് നേതൃത്വം കൊടുക്കുവാൻ തരത്തിലേക്ക് ഭാരതം മാറിയേനെ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കിലോമീറ്ററുകളോളം കപ്പലിൽ യാത്ര ചെയ്ത് കടലിലൂടെ ബുദ്ധിമുട്ടി ഭാരതത്തിലെത്തിയ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ അടക്കം ഭരിച്ചത് എന്തിനായിരുന്നു അവരിവിടെ വന്നത്? ഇത്രത്തോളം ബുദ്ധിമുട്ടി 10-12 മാസം കപ്പൽ യാത്ര ചെയ്ത് അവരിവിടെ എത്തിയിരുന്നത് അവരുടെ രാജ്യത്തുള്ളതിനേക്കാൾ എന്തോ മഹത്തായത് ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിലുള്ളതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടെടുത്ത് പോകുമോ? എൻ്റെ നാട്ടിനേക്കാൾ ദാരിദ്ര്യമുള്ളൊരു സ്ഥലത്തിലേക്ക് 12 മാസം കപ്പലിലൂടെ ഞാൻ പോവുകയില്ല. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ, ഡച്ചുകാരുടെ നാട്ടിലുണ്ടായിരുന്നതിനേക്കാൾ, പോർച്ചുഗീസുകാരുടെ നാട്ടിലുണ്ടായിരുന്നതിനേക്കാൾ മികച്ച എന്തൊക്കെയോ ഗുരുദേവന്റെ ജന്മനാടായ ഭാരതത്തിലുണ്ടായിരുന്നു. അത് തേടിയായിരുന്നു അവർ വന്നത്. എങ്ങനെയായിരുന്നു നമ്മുടെ നാടുണ്ടായത്? ആരണ്യാന്തര ഗഹോദരോദര തപസ്ഥാനങ്ങളിൽ, സൈന്ധവോദാന പുളിനോപാന്ത പ്രദേശങ്ങളിൽ ഗുരുദേവനെ പോലുള്ള ആയിരക്കണക്കിന് ഋഷിവൈദ്യന്മാർ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാടുകളിലും വനങ്ങളിലും നദികളുടെ തീരങ്ങളിലും ഇരുന്ന് തപസ് ചെയ്തുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പിന്മുറക്കാരായിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇന്നും ഗുരുദേവ ദർശനത്തിന് പ്രസക്തിയേറുന്നത്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിദേശ രാജ്യത്ത് പോയിരുന്നു. അവിടെ 399 ഫ്രാങ്ക്ലിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ന്യൂയോർക്കിൽ തൊട്ടടുത്ത്. ഞാൻ അവസാനം തിരിച്ചു വരുന്ന ദിവസം എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് രാവിലെ അവിടെ പോയത്. അവിടെ ചെന്നപ്പോഴേക്കും മറ്റൊരു ആരാധനാലയം ഇപ്പോൾ അവിടുത്തെ അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രമാണ്. ഞാൻ സ്വാമിജിയോട് രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ 1.5 മണിക്കൂർ ആ ക്ഷേത്രത്തിൽ ചെലവഴിച്ചത്. വളരെ കൃത്യമായിട്ട് ചിട്ടവട്ടങ്ങൾ. അന്ന് ഞായറാഴ്ചയായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ശ്രീനാരായണീയ ദർശനങ്ങളെ സ്നേഹിക്കുന്ന 100 കണക്കിന് ആൾക്കാർ ആ ക്ഷേത്രത്തിൽ സ്വാമിജിക്ക് അറിയാം, ആ ക്ഷേത്രം ഞാൻ പറഞ്ഞപ്പോഴേക്കും ഒരുമിച്ച് ചേരുന്നുണ്ട്. ഇങ്ങനെ ലോകത്ത് മുഴുവനും ഭാരതത്തിൻ്റെ ആശയം അലയടിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ ജീവജാലങ്ങളും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പറയുമ്പോൾ ലോകത്തെ ഒരൊറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആശയമാണ് ഗുരുദേവൻ പങ്കുവച്ചത്. ഞാൻ കോർപ്പറേഷൻ്റെ മേയറായിരിക്കുമ്പോൾ
എൻ്റെ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തെരുവുനായ പിടിക്കുന്നവരും റോഡ് ക്ലീൻ ചെയ്യാൻ പോകുന്നവരും ഡ്രൈവർമാരും സെക്രട്ടറിയും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആശയപരമായിട്ട് അതിന് മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ.